ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ മലയാളമാണ്. കേരള പാഠാവലി മാത്രമല്ല, 8ാം ക്ലാസ്സിൻ്റെ എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ പ്ലേലിസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് വേണ്ടത് ഇംഗ്ലീഷ് ആണെങ്കിൽ ക്ലാസ് 8 ഇംഗ്ലീഷ് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ മലയാളം ആണെങ്കിൽ ക്ലാസ് 8 മലയാളം കേരള പാഠാവലി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേലിസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ ലിസ്റ്റ് നിങ്ങൾക്ക് ഇട്ടുതരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് യൂണിറ്റ് 1 മനസ്സ് നന്നാവട്ടെ എന്ന യൂണിറ്റിലെ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന ചാപ്റ്ററാണ്. പനിനീർപ്പൂവ്, താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വേണ്ടി ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്യാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് ക്ലാസ് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, തിങ്കളാഴ്ച നല്ല ദിവസം എന്ന പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ, പ്രവർത്തനങ്ങൾ, ഉത്തരങ്ങൾ ഇതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഈ യൂണിറ്റിൻ്റെ അവസാനം വരുന്ന ഒരു താരതമ്യക്കുറിപ്പുണ്ട്. പിന്നെ എന്നുള്ള ഒരു ടോപ്പിക്കിൽ വരുന്ന ഒരു താരതമ്യക്കുറിപ്പും അതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കിയാലോ, തിങ്കളാഴ്ച നല്ല ദിവസം. ഈ തിങ്കളാഴ്ച നല്ല ദിവസം എന്നുള്ളത് ഒരു സിനിമ തിരക്കഥയാണ് കേട്ടോ. അപ്പോൾ ആ തിരക്കഥ നിങ്ങൾ വായിച്ചോളൂ, അത് ഞാനിവിടെ വായിക്കുന്നില്ല. ഇനി വായനയുടെ റീഡിംഗ് വീഡിയോ വേണ്ടവരുണ്ടെങ്കിൽ റീഡിംഗ് എന്ന് പറഞ്ഞൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. റീഡിംഗ് വീഡിയോയുടെ ലിങ്ക് ഇട്ട് തരാം. അപ്പോൾ ഇത് ഞാൻ വായിക്കുന്നില്ല, വായിച്ചാൽ നമ്മുടെ ക്ലാസ് ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ട് വായിക്കുന്നില്ല. നമുക്ക് നേരെ ആക്ടിവിറ്റീസിലേക്ക് പോകാം. കണ്ടെത്തി എഴുതാമാണ് ആദ്യം. നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത്. ഈ നിലപാട് സ്വീകരിക്കുന്നതിന് അമ്മയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാവാം എന്നുള്ളതാണ്. തിരക്കഥ വായിച്ച് കണ്ടെത്തി എഴുതുക. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? നിങ്ങളാരും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത് എന്ന അമ്മയുടെ കടുത്ത നിലപാട് മക്കളുടെ പ്രവർത്തികൾ ഏൽപ്പിച്ച ആഴത്തിലുള്ള മുറിവിൽ നിന്ന് ഉടലെടുത്തതാണ്. വീട് വിൽക്കാനും തന്നെ ഒരു ആശ്രമത്തിലേക്ക് മാറ്റാനുമുള്ള പദ്ധതികൾ മക്കൾ രഹസ്യമാക്കി വെച്ചത് ഒരു വഞ്ചനയായി അവർക്ക് അനുഭവപ്പെട്ടു. മക്കളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കും സൗകര്യങ്ങൾക്കും തന്നെ ഒരു തടസ്സമായി കണ്ട് തന്നെ ഒഴിവാക്കുന്നു എന്ന തിരിച്ചറിവ് അവരെ വേദനിപ്പിച്ചു. അമ്മയുടെ ജീവിതത്തെയും അധ്വാനത്തെയും ഒരു ബുദ്ധിമുട്ടായി ചിത്രീകരിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് മക്കൾ ശ്രമിക്കുന്നത്. തന്നാൽ സ്വയം നിയന്ത്രിക്കാൻ കഴിയുമായിരുന്ന ഒരേയൊരു മാർഗം മക്കളുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു ആ അമ്മ. ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള അവരുടെ അവസാനത്തെ ശക്തമായ പ്രതികരണമായിരുന്നു ആ വാക്കുകൾ. ഇനി നമുക്കൊരു ഉപന്യാസമാണ്. ഇവിടെ വീടും പറമ്പും ഗോപന്റെ ഷെയർ. അമ്മ അങ്ങനെ ആരുടെയും പ്രത്യേക ഷെയറിലല്ലല്ലോ. സമകാലിക കേരളത്തിൽ കുടുംബഘടനകളിലും ജീവിത രീതികളിലും വന്നു ചേർന്നിട്ടുള്ള മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് തിരക്കഥയിൽ ദൃശ്യമാകുന്നത്. പ്രതികരണങ്ങൾ സംഘമായി ചർച്ച ചെയ്ത് അവതരിപ്പിക്കുക. അവതരണത്തിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് ഉപന്യാസം തയ്യാറാക്കുമല്ലോ. അപ്പം നമുക്ക് ഇതിൽ നിന്നൊരു ഉപന്യാസം വേണം. ആ ഉപന്യാസം നോക്കാം. സാംസ്കാരിക കേരളം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കുടുംബജീവിത പ്രശ്നത്തിലേക്കാണ് തിങ്കളാഴ്ച നല്ല ദിവസം എന്ന തിരക്കഥ വിരൽ ചൂണ്ടുന്നത്. പ്രായമായവർ, അച്ഛനമ്മമാർ വീടിൻ്റെ ഐശ്വര്യമാണെന്ന് കരുതിപ്പോന്ന ഒരു സംസ്കാരം കേരളത്തിൽ ഉണ്ടായിരുന്നു. ഈ തിരക്കഥയിലെ കഥാപാത്രമായ ഗോപൻ വീടും പറമ്പും വിറ്റ് ബാംഗ്ലൂരിൽ ഫ്ലാറ്റ് വാങ്ങിക്കാൻ ശ്രമിക്കുന്നത് നഗരവൽക്കരണത്തിൻ്റെയും സാമ്പത്തിക അടിത്തറ ഒരുക്കി ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് അകന്നു മാറാനുള്ള ആധുനിക മനുഷ്യൻ്റെ പ്രവണതയെ സൂചിപ്പിക്കുന്നു. മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കുന്ന പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അവരെ വൃദ്ധസദനങ്ങളിലേക്ക് മാറ്റുന്ന പ്രവണതയും ഇവിടെ കാണാം. കഥാപാത്രമായ ബിന്ദു ശരണാലയം എന്ന വൃദ്ധസദനത്തെക്കുറിച്ച് വാചാലയാവുന്നത് മുതിർന്ന പൗരന്മാരെ ഭാരമായി കാണുന്ന പുതിയ തലമുറയുടെ ചിന്താഗതിയെ പ്രതിഫലിപ്പിക്കുന്നു. അമ്മ മക്കളുടെ കൂടെ നിൽക്കാൻ താല്പര്യം കാണിക്കാത്തതുകൊണ്ട് കുറെ കൂടെ നോക്കാനും കാണാനുമൊക്കെ ആളും സൗകര്യവുമുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നു എന്നുള്ള ഗോപന്റെ സംസാരവും മാതാപിതാക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് താല്പര്യം കൊടുക്കാതെ തങ്ങളുടെ സൗകര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള മക്കളുടെ മനോഭാവത്തെ എടുത്തു കാണിക്കുന്നു. കഥാഗതിയിൽ ഇതിനെ തുടർന്നുള്ള അമ്മയുടെ പ്രതികരണം മാറ്റങ്ങളോടുള്ള ശക്തമായ ചെറുത്തുനിൽപ്പാണ്. താൻ സ്നേഹിക്കുന്ന വീടും വളർത്തുമൃഗങ്ങളെയും ഉപേക്ഷിച്ചു പോകാൻ അവരൊട്ടും താല്പര്യം കാണിക്കുന്നില്ല. ഒടുവിൽ നിങ്ങളാരും എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് അങ്ങോട്ട് വരരുത് എന്നുള്ള അമ്മയുടെ പറച്ചിൽ തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ആത്മാഭിമാനത്തെയും മക്കൾക്ക് ഭാരമാകാതിരിക്കാൻ
പാലിക്കാനുള്ള തീരുമാനത്തെയും സൂചിപ്പിക്കുന്നു. കുടുംബ ബന്ധങ്ങളേക്കാൾ ഭൗതിക നേട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തിന്റെ നേർചിത്രമാണ് ഈ തിരക്കഥ. കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളത നഷ്ടപ്പെട്ട് സ്വാർത്ഥ ലാഭങ്ങൾക്കും സൗകര്യങ്ങൾക്കും വേണ്ടി ബന്ധവ്യവസ്ഥയെ ശിഥിലമാക്കുന്ന സമകാലിക കേരളത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അത് തുറന്നു കാട്ടുന്നു. ഇനി ചലച്ചിത്ര ആസ്വാദന സദസ്സാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സിനിമ ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സിനിമയെ കുറിച്ചിട്ട് ഒരു ആസ്വാദന ചർച്ചാ സദസ്സ് സംഘടിപ്പിക്കണം. ഇത് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ടതാണ്. ഇനി നമുക്കൊരു സംവാദമാണ്. പ്രായമായ വൃദ്ധസദനത്തിലേക്ക് അയക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് സംവാദം. അപ്പോൾ ആ ഒരു 2 ഗ്രൂപ്പായിട്ട് അതിനെ അനുകൂലിക്കുന്നവരും ഉണ്ടാവും, അതിനെ പ്രതികൂലിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അനുകൂലിക്കുന്നവർക്ക് പറയാനും ന്യായീകരണം ഉണ്ടാവും, പ്രതികൂലിക്കുന്നവർക്ക് പറയാനും എതിർക്കുന്നവർക്ക് പറയാനും ന്യായീകരണം ഉണ്ടാവും. അപ്പോൾ അനുകൂലിക്കുന്നവരുടെ ന്യായീകരണം ആദ്യം നോക്കാം. യുവജനങ്ങൾ തൊഴിൽ തേടി വിദേശത്തേക്ക് പോകുമ്പോൾ മാതാപിതാക്കളെ സുരക്ഷിതരായി പാർപ്പിക്കുന്ന ഇടങ്ങളാണ് വൃദ്ധസദനങ്ങൾ. ഏകാന്തവാസക്കാരായി വീടുകൾ താമസിപ്പിക്കുന്നത് സുരക്ഷിതമല്ലാത്ത കാര്യമാണ്. വൃദ്ധസദനങ്ങൾ സുരക്ഷിതത്വവും ചിട്ടയായ ജീവിതവും ഉറപ്പു നൽകുന്നു. അവിടെ ആരോഗ്യ പരിപാലനം, കൃത്യമായ ഭക്ഷണം, സാമൂഹികമായി ഇടപഴകാനുള്ള അവസരങ്ങൾ എന്നിവ ഒരുക്കുന്നു. ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നതിനേക്കാൾ സന്തോഷകരവും സുരക്ഷിതവുമായ ഒരു അന്തരീക്ഷം വൃദ്ധസദനങ്ങൾ നൽകുന്നുണ്ട്. ഇനി ഇതിനെ പ്രതികൂലിക്കുന്നവർക്ക് പറയാനുള്ളത്, കുടുംബഘടനയിലും ബന്ധങ്ങളിലും വന്നുചേർന്ന വിള്ളലുകളാണ് വൃദ്ധസദനങ്ങൾക്ക് കാരണം. മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി അവരെ ഒഴിവാക്കുന്ന പ്രവണത വർദ്ധിക്കുന്നു. മുതിർന്ന പൗരന്മാരെ ഒരു ഭാരമായി കാണുന്ന പുതിയ തലമുറയുടെ ചിന്താഗതിയെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. വൃദ്ധസദനങ്ങൾ കൂടുന്നതിലൂടെ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും പരസ്പരമുള്ള പ്രാധാന്യവും കുറഞ്ഞു വരുന്നു. സ്വാർത്ഥ ലാഭങ്ങൾക്കും സ്വന്തം സൗകര്യങ്ങൾക്കും വേണ്ടി കുടുംബ വ്യവസ്ഥയെ ശിഥിലമാക്കാൻ ഇത് കാരണമാകുന്നു. ഇനി കഥാപാത്ര നിരൂപണമാണ്. നമുക്കിവിടെ അമ്മ, ഈ തിരക്കഥയിലെ അമ്മ ഒരു കരുത്തുറ്റ കഥാപാത്രമാണ്. അവരെക്കുറിച്ചാണ് കഥാപാത്ര നിരൂപണം പറയാൻ പോകുന്നത്. നമുക്ക് കഥാപാത്ര നിരൂപണം നോക്കാം. തിരക്കഥയിലെ കേന്ദ്രവും കരുത്തുറ്റതുമായ കഥാപാത്രമാണ് അമ്മ. അവരുടെ വ്യക്തിത്വം ലളിതവും എന്നാൽ ദൃഢവുമാണ്. ഗ്രാമീണ ജീവിതത്തോടും സ്വന്തം ചുറ്റുപാടുകളോടുമുള്ള ആഴത്തിലുള്ള അടുപ്പം അവരുടെ സ്വഭാവത്തെ നിർണയിക്കുന്നു. ആടിനെയും പശുവിനെയും പരിപാലിക്കുന്നതോടൊപ്പം വീട്ടുജോലികളിലും അവർ അഭിരമിക്കുന്നുണ്ട്. ഗോപനും നാരായണൻകുട്ടിയും ചേർന്ന് വീട് വിൽക്കാനും തന്നെ മാറ്റാൻ ശ്രമിക്കുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ കണ്ണീരണിയുന്നുവെങ്കിലും മാനസിക കരുത്തോടെ അവർ ഉയരുന്നുണ്ട്. ഈ കഥാപാത്രം കഥാന്ത്യത്തിൽ വേദനാകരമെങ്കിലും ദൃഢചിത്തയോടെ മാറുന്നുണ്ടവർ. വീട് വിട്ടു പോകുമ്പോൾ കരയാതെ എത്ര കാലം കഴിഞ്ഞാലും എന്നെ കാണാനായിട്ട് ആരും അങ്ങോട്ട് വരരുത് എന്നുള്ള അമ്മയുടെ കടുത്ത നിലപാട് മക്കളേൽപ്പിച്ച ആഴത്തിലുള്ള മുറിവിൽ നിന്ന് ഉയർക്കൊണ്ടിട്ടുള്ളതാണ്. ആർക്കും ഭാരമാവാതെ സ്വയം ഒറ്റപ്പെടാൻ അവർ തീരുമാനിക്കുകയാണ്. ഈ അമ്മയെ ചുറ്റിപ്പറ്റിയാണ് കഥാഗതിയുടെ മുന്നേറ്റം. മക്കളോടുള്ള അവരുടെ ഇടപെടലുകൾ സ്നേഹവും ആശയും നിസ്സഹായതയും കലർന്നതാണ്. ഇനി അറിയാം പ്രയോഗിക്കാം എന്നാണ്. നിങ്ങൾക്ക് അവിടെ 3 വാക്യങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ 2 വാക്യങ്ങൾ ചേർത്ത് പറഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റം എന്താണ്? ഇതുപോലുള്ള കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി എഴുതുക. 3-ാം വാക്യത്തിൽ 2 വാക്യങ്ങളെ ഒരുമിച്ച് പറഞ്ഞപ്പോൾ വാക്യത്തിന് കൂടുതൽ ഒഴുക്കും ഭംഗിയും കൈവരുന്നുണ്ട്. ആവർത്തനം ഒഴിവാക്കി ആശയത്തെ കൂടുതൽ വ്യക്തവും സ്വാഭാവികവുമാക്കാൻ ഇത് സഹായിക്കുന്നു. വ്യാകരണപരമായി വാക്കുകളെ ഇങ്ങനെ യോജിപ്പിക്കുമ്പോൾ ഭാഷയ്ക്ക് കൂടുതൽ മനോഹാരിത കൈവരുന്നു. ഇങ്ങനെ 2 വാക്യങ്ങളെ ഓ ചേർത്ത് ബന്ധിപ്പിക്കുന്നതിനെ നിപാതം എന്ന് പറയുന്നു. അപ്പം നമുക്കിതുപോലൊരു എക്സാമ്പിള്, കുട്ടി പാട്ടുപാടി, കുട്ടി നൃത്തം ചെയ്തു, കുട്ടി പാട്ടും നൃത്തവും ചെയ്തു, അങ്ങനെ നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസിൽ ഇത്രയും കഴിഞ്ഞാൽ ഇതെല്ലാം കഥയിൽ വരുന്നതാണ്. ഇനി നമുക്കുള്ളത് പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ ഈ പിന്നെ കഥ നിങ്ങൾ കേട്ടിരിക്കുകയില്ല. അപ്പോൾ ആ കഥ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ. കഥ ഞാൻ വായിക്കുന്നില്ല. കഥ വളരെ രസകരമാണ്. പിന്നെ എന്നുള്ള ചോദ്യം സന്യാസി ചോദിക്കുന്നു, വിദ്യാർത്ഥി ഉത്തരം പറയുന്നു, അങ്ങനെയുള്ളതാണ്. ഈ പിന്നെ വായിക്കണം. അത് ചിരിയും ചിന്തയും എന്ന EV കൃഷ്ണപിള്ളയുടെ ഒരു കഥയാണ്. ഇത് വായിക്കൂ. ശേഷം നിങ്ങൾ ലോകമേ യാത്ര എന്ന സിസ്റ്റർ മേരി ബനഞ്ചർ ഈ കവിതയും വായിക്കുക. ഇത് രണ്ടും വായിച്ചിട്ട് നമുക്കൊരു താരതമ്യക്കുറിപ്പാണ് ഉള്ളത്. അപ്പം നമ്മളിതിൽ താരതമ്യക്കുറിപ്പ് മാത്രമേ പറയുന്നുള്ളൂ, വായന ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം ലോകമേ യാത്ര എന്ന കവിതയിലെ വരികളും കഥയിലെ ആശയവും താരതമ്യം ചെയ്യൂ. എല്ലാ മനുഷ്യരും ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? മനുഷ്യ ജീവിതത്തെ പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യൂ. ആശയം ക്രോഡീകരിച്ചെഴുതൂ. അപ്പം നമുക്കിത് രണ്ടും വെച്ചിട്ട് ഒരു താരതമ്യക്കുറിപ്പ് എഴുതി നോക്കാം. EV കൃഷ്ണപിള്ളയുടെ
പിന്നെ എന്ന കഥയിലെ വിദ്യാർത്ഥി ഭൗതിക നേട്ടങ്ങൾക്ക് പുറകെ പായുന്ന ആധുനിക മനുഷ്യന്റെ പ്രതിനിധിയാണ്. പരീക്ഷയിൽ ഒന്നാമതാവുക, നല്ല ജോലി നേടുക, വിവാഹം കഴിക്കുക, പ്രമോഷനും വലിയ ശമ്പളവും വാങ്ങുക, സുഖമായി ജീവിക്കുക, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക, ഒടുവിൽ പെൻഷൻ പറ്റി ആഡംബര കാറും ബംഗ്ലാവുമായി ജീവിക്കുക എന്നിങ്ങനെ തീരാത്ത ആഗ്രഹങ്ങളാണ് ആ കുട്ടി സന്യാസിയോട് പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഓരോ നേട്ടത്തിനു ശേഷവും പിന്നെ എന്ന സന്യാസിയുടെ ചോദ്യം അവനെ ജീവിതത്തിന്റെ പരമമായ യാഥാർത്ഥ്യം, അതായത് മരണം, നമ്മൾ എത്ര പിന്നെ കഴിഞ്ഞു പോയാലും ലാസ്റ്റ് മരണം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അല്ലെ, അതിന്റെ മുന്നിൽ എത്തിക്കും. ഭൗതിക സുഖങ്ങളെല്ലാം താൽക്കാലികമാണെന്നും മനുഷ്യൻ എത്രയൊക്കെ സമ്പാദിച്ചാലും ഒടുവിൽ ശൂന്യതയിലേക്കാണ് മടങ്ങേണ്ടതെന്നുമുള്ള വലിയൊരു ചിന്ത ഈ കഥ നൽകുന്നു. സിസ്റ്റർ മേരി ബനിൻജിയുടെ ലോകമേ യാത്ര എന്ന കവിതയിലും ഇതേ ദാർശനിക ചിന്തയാണ് പങ്കുവെക്കുന്നത്. മനുഷ്യൻ എന്നെങ്കിലും ഒരിക്കൽ ഈ ഭൗതിക ലോകത്തോടും ശരീരത്തോടും വിട പറഞ്ഞ് യാത്രയാകേണ്ടവനാണ്. ആ അന്ത്യയാത്രയിൽ നമ്മൾ നേടിയ ധനമോ സുഖമോ പ്രശസ്തിയോ കുലമഹിമയോ ഒന്നും കൂടെ വരില്ല. അഹങ്കാരം കൂടാതെ ഈ ലോകത്ത് നമ്മൾ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ, നന്മകൾ മാത്രമാണ് പരലോകത്ത് നമുക്ക് തുണയാവുകയുള്ളൂ എന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സമ്പത്തും ആഡംബരങ്ങളും സുഖസൗകര്യങ്ങളും ശാശ്വതമല്ലെന്ന് കഥയും കവിതയും ഒരുപോലെ വ്യക്തമാക്കുന്നു. കഥയിലെ കുട്ടിയുടെ വലിയ ആഗ്രഹങ്ങളുടെ പട്ടിക സന്യാസിയുടെ പിന്നെ എന്ന ചോദ്യത്തിനു മുന്നിൽ അവസാനിക്കുമ്പോൾ കവിതയിൽ ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞു നാം തിരിക്കണം എന്ന് നേരിട്ട് പറയുന്നു. രണ്ട് കൃതികളും വിരൽ ചൂണ്ടുന്നത് മരണമെന്ന പരമമായ സത്യത്തിലേക്കാണ്. ഈ ലോകത്തു നിന്ന് മടങ്ങുമ്പോൾ നമ്മൾ കൂടെ കൂട്ടിയ ഭൗതിക വസ്തുക്കളെല്ലാം ഇവിടെ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. അതിനാൽ ആർത്തി പൂണ്ട് ജീവിക്കുന്നതിൽ അർത്ഥമില്ലെന്ന ചിന്ത ഇവ രണ്ടും പങ്കുവയ്ക്കുന്നു. ഭൂരിഭാഗം മനുഷ്യരും കഥയിലെ വിദ്യാർത്ഥിയെ പോലെ ഭാവിയെക്കുറിച്ചുള്ള വലിയ പദ്ധതികളും ആഗ്രഹങ്ങളിലും മാത്രമാണ് ജീവിക്കുന്നത്. എന്നാൽ കവിത ഓർമ്മിപ്പിക്കുന്നത് പോലെ ആത്യന്തികമായി നന്മ നിറഞ്ഞ പ്രവർത്തികൾ മാത്രമാണ് മനുഷ്യ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത്. ഭൗതിക നേട്ടങ്ങൾക്ക് പുറകെ ഓടുമ്പോഴും ജീവിതത്തിന്റെ നശ്വരതയെക്കുറിച്ച് ബോധ്യമുണ്ടായിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ്. അപ്പൊ അഹങ്കാരം കൊണ്ട് ഇരിക്കരുത്. നമ്മൾ അവസാനം എല്ലാവരും നമ്മൾ പോകുന്നത് എങ്ങോട്ട് തന്നെ, മരണത്തിലേക്ക് തന്നെയാണ്. നമ്മളപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുക, നല്ല പുണ്യപ്രവർത്തികളെല്ലാം ചെയ്ത് ജീവിക്കുക എന്നതാണ് ഈ രണ്ട് കവിതകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ആക്ടിവിറ്റീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.